അമ്പാടി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്പാടി സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നയൂട്ടൻ്റെ അമൃതം പൊടിയുണ്ട്. അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം വിചാരിച്ചു ഇലയടയാക്കാന്ന്, പിന്നെ വിചാരിച്ചു കൊഴുക്കട്ടയാക്കാന്ന്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട്, ഒരാണി ബെല്ലവും എടുത്തിട്ടുണ്ട്, ഒരു 2-3 ഏലക്കായും എടുത്തിട്ടുണ്ട്. നയൂട്ടനും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ അടുക്കളയിൽ. അപ്പം ഞാൻ അമൃതം പൊടി എടുത്തപ്പോൾ ആ പാക്കറ്റിൽ നിന്ന് ബാക്കി ഉണ്ടായിരുന്ന ഒന്നെടുത്ത് അവൻ നിലത്തിട്ടതാണ് ഞാനിപ്പോൾ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ അവൻ അടങ്ങിയിരിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് ഉണക്കമുന്തിരി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയതാണ്. എന്നിട്ട് ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് ഒരു പകുതിയോളം തന്നെ ആ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അമൃതം പൊടി കുഴക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ, വേഗം തന്നെ കുഴക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുക്കളയിൽ കുറച്ച് പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊന്നും മാറ്റിയിട്ടില്ല, ആ വെള്ളം മാറ്റാത്തത് കൊണ്ടാണ് ആ കളറ്. അപ്പം അങ്ങനെ കൈ തട്ടിയാൽ അവർ തീറ്റ കൊടുക്കാനാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ അടുത്തേക്ക് വരും. അപ്പം ഞാൻ ആ സമയം കൊണ്ട് വേഗം ബെല്ലം ചിരകി തേങ്ങയിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബെല്ലത്തിൻ്റെ ഒരു പകുതിയോളം മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ 3 ഏലക്കായും കൂടി പൊടിച്ചിടാം, അല്ലെങ്കിൽ അത് 3 എണ്ണം മാത്രം ആയതുകൊണ്ട് ഞാനതിൽ ഉള്ളിൽ ആ തോല് കളഞ്ഞിട്ടൊന്ന് അത് മാത്രം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്കായുടെ സ്മെല്ല് കിട്ടുമ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പം അതും ഒന്ന് അതിലേക്കിട്ട് തേങ്ങയിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ അമൃതം പൊടിയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിൽ കുഴച്ചതിന് ശേഷം നമുക്ക് അതിനെ ബോൾസ് ആക്കി എടുക്കണം. അപ്പം താഴെ നിന്ന് നയൂട്ടൻ എന്നെ ഇങ്ങനെ വല്ലാതെ ചൊറയാക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ഹായ് കാണിച്ചതെന്ന് പറയുമ്പോൾ അവൻ ഹായ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിനുള്ള ബോൾസ് ആക്കി എടുക്കാം. ഈ അമൃതം പൊടി ഒന്നുമില്ലാതെ വെറുതെ ബോൾസ് ആക്കിയിട്ട് ആവിക്ക് വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എൻ്റെ നയൂട്ടനാണെങ്കിൽ കുറുക്കാക്കിയാൽ കഴിക്കാൻ മടിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ കഴിച്ചോളും, അമ്പാടിക്കും ഇഷ്ടമാണ്. അപ്പോൾ ബോൾസ് ആക്കി അതിലെ ആ ബെല്ലവും തേങ്ങയില്ല ഫില്ലിങ്ങും കൂടി വെച്ച് ഞാനിതാ ഒരു 7 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. കുറേ സമയമൊന്നും വേണ്ട, ഒരു 5-8 മിനിറ്റ് വെച്ചാൽ തന്നെ നന്നായിട്ടത് കുക്കായിക്കോളും. അപ്പോൾ ഞാൻ ആവിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു തേങ്ങയുടെ ഒരു ചെറിയ പൊടി കണ്ടു, അത് ഞാനൊന്ന് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് വെച്ചിട്ടൊന്ന് ആവി കയറ്റിയാണ്. അപ്പം അമ്പാടി വരാനായിട്ടുണ്ട്. വന്നപാട് അവന് നന്ന വിശപ്പായിരിക്കും. അപ്പം വന്നപാട് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്പാടി വന്നപാട് കുളിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കഴിക്കാനും കൊടുത്തിട്ടുണ്ട്. നല്ല രുചിയാണ്. അമൃതം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നയൂട്ടനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി കയ്യിൽ അടുത്തതും കൂടി വേണമെന്നും പറഞ്ഞിട്ടാണ് നയൂട്ടൻ കരയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പൊട്ടിച്ച് കളയും. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.